കുറച്ച് ഫിഷസിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഒരാൾ ചത്ത പോലെ കിടക്കുന്ന വലിയ മീനാട്ടോ അത്. റിയൽ ഷാർക്കാണ് കേട്ടോ അത്. ഇത് നോക്കിക്കേ, ഒരു കിഡിലെ സാധനം അവിടെ കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വിഴിഞ്ഞത്താണ് കേട്ടോ. അപ്പം ഞാനും ഉണ്ട്, നിധിയും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കുറച്ച് ഫിഷസിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ വീട്ടിലത്തേക്കും പിന്നെ നമ്മുടെ മോസ്റ്റർ ഫിഷസിന് കുറച്ച് ഫീഡും കൂടി മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ലൈവായിട്ട് നമുക്ക് ഫിഷസിന് കിട്ടും. ഇത് അങ്ങ് നോക്കിക്കേ, നമ്മുടെ ഹാർബറിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം ചൂട് വന്നിട്ട് നോക്കിയാൽ 36 ഡിഗ്രി ഉണ്ട് കേട്ടോ ഇവിടുത്തെ ചൂട്. അപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെളിയിറങ്ങി കാണിച്ചു തരാം. നിധി ഇറങ്ങുന്നുണ്ടോ? കാറ്റ് കേട്ടോ, ഡോർ അങ്ങ് പോയി. ഓക്കെ, നമ്മുടെ വിഴിഞ്ഞം ബീച്ച്. അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അവിടെ ഹാർബറാണ് കേട്ടോ, പണിത് വരെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മളൊരു കാര്യം അറിഞ്ഞു. ഇവിടെ നമുക്ക് തൊട്ടടുത്തായിട്ട് നമ്മൾ ഗവൺമെൻറ് തന്നെ മറൈൻ റിസർച്ച് സെൻറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു അവിടെയും കൂടി ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. നമുക്ക് മറൈൻ ഫിഷസിനെ കാണാൻ പറ്റി കുറച്ചും കൂടി നല്ലതല്ലേ, കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിധി ഞാനും കൂടി വിചാരിച്ചു അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്നല്ലേ നിധി? നല്ല വിഷ്വലാണ്, നിങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്ളോഗ് ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇന്ന്. അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് പോകുന്ന വീഡിയോ ആയിരിക്കും. ഇത് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ മറൈൻ റിസർച്ച് അക്വേറിയം വരുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയ കേട്ടോ. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ നമ്മളത് ഇവരെ കണ്ടു. ഒരു സൂപ്പർ കേട്ടോ അത് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തവും വരുന്നത് നമുക്ക് നമ്മളെ മറൈൻ ഫിഷസ് ആയിരിക്കും കേട്ടോ, ഫുള്ളായിട്ട് വരുന്നത്. പറ്റുമോ ഇത്? ക്യൂട്ടായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ കണ്ടതിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ പേരൊക്കെ നോക്കിയാണെങ്കിൽ ഇതും അങ്ങ് നോക്കിക്കേ. നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ, തൃശ്ശൂർ മറൈൻ വേൾഡിൽ പോയപ്പോൾ നമ്മൾ കണ്ടതാണ് കേട്ടോ ഈ സാധനം. സൂം ചെയ്ത് കാണിച്ചു തരാൻ. ആ ഒരു കളർ നോക്കിക്കേ. ഇവരെയൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലിട്ടാൽ സൂപ്പറായിരിക്കും അല്ലേ. പക്ഷെ ഇതൊക്കെ നമുക്ക് ലീഗലാണോ എന്തോ വളർത്താൻ വേണ്ടിയിട്ട് അറിയത്തില്ല. അപ്പുറത്തൊക്കെ ഒരു നൈസ് സാധനം ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാം. ഹംബക് ഡാം സെൽഫിഷ്. ഇതെന്തൊക്കെ പേരാണെന്തോ കേട്ടോ. ദൈവം നോക്കിയേ, കാണിച്ചു തരാം ഞാൻ. നൈസ് കേട്ടോ. ക്ലൗൺ ഫിഷ് അല്ലേ, ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടത്. 2 കളറ്, അടിപൊളി. ഇത് വന്നിരിക്കണോ എനിക്ക്? അയ്യോ ഭയങ്കര ക്യൂട്ടാട്ടോ. ഏതാ ഇതോ? ബ്രെയിൻ കോറൽ, ഇന്ത്യൻ ഓഷ്യൻ ഒറിയന്റൽസ് ഫിഷസ്. നമ്മളിപ്പം വായിച്ച ആ ഒരു വെറൈറ്റിയാണ് കേട്ടോ അത്. അടിപൊളി. ഇത് നോക്കി, ഫുൾ യെല്ലോയിഷ്. ഇത് നമ്മുടെ അന്ന് പോയപ്പോൾ ഡോളർ ഫിഷിനെ കാണിച്ച പോലെ ഉണ്ട് നമ്മളെ നെയ്യാറ്റിൻകര. നോക്കി, ഈ സൈഡൊക്കെ ഒരുപാട് ഫിഷസ് ഉണ്ട്. ഇതൊക്കെ അടിച്ചെടുത്തിട്ട് പോകുന്നു. കാണിച്ചു തരാം കേട്ടോ. ഇതേ സൈഡിലൊരു ഫിഷ് നോക്കിയേ. ഇവിടെ AC ആക്കിയതാണ് നല്ലൊരു കാര്യം കേട്ടോ. ചൂട് കാരണം പറ്റുന്നില്ലായിരുന്നു. ഇത് നോക്കിയോ. ക്യൂട്ടല്ലേ ഇവനെ കാണാൻ. വേറെ തന്നെ കാണിച്ചു തരാം. എന്നാ ക്യൂട്ടാ. എവിടെ? ഇവനെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇവിടെ ഞാൻ മണ്ണ് കല്ലിരിക്കും പോലെ ഇരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര രസം കേട്ടോ അതേ പോകുന്നത്. അവൻ്റെ ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു, കുഞ്ഞ് ടൈപ്പാണെന്ന് തോന്നുന്നത്. ഒരാൾ ചത്ത പോലെ കിടക്കണം. അയ്യോ വലിയ മീനാട്ടോ. ഓക്കെ, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ. ഇവനെയാ? അതെ 360 ഡിഗ്രിയിലൊക്കെ അനങ്ങുന്നല്ലേ അവൻ്റെ കണ്ണ്. അവൻ്റെ ഡിസൈൻ കണ്ടോ? ഇത് നോക്കിക്കേ. അവൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നിധി. നമുക്കൊരിക്കലും ഒരു സ്കൂബ ഡൈവ് ചെയ്താലോ? സ്കൂബ ഡൈവ് ആകുമ്പോൾ നമുക്ക് ലൈവായിട്ട് ഫിഷസിനെ മുഴുവനും കാണാൻ പറ്റും കേട്ടോ. അടുത്ത സെക്ഷനിലോട്ട് വന്നു. ഇത് നമ്മുടെ ജയിൻ്റ് ഗൗരാമിയെ പോലെ ഉണ്ടല്ലോ. പോകുന്നു കേട്ടോ. ഇവിടെ വേറൊരുത്തം ഉണ്ടായിരുന്നു. കിടക്കുന്നു എനിക്ക്. നൈസ്. ഇവിടെ അതിൻ്റെ അകത്തതോ വലിയ ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ നോക്കാം. വലിയൊരു ടാങ്ക്. അതെന്നാ അത്? ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് തന്നെ
സിൽവർ മുനി. ഇവിടെ കിടക്കുന്ന നോക്കി ഒരാളെ. എന്നാ പുഴുവിൻ്റെ ഹെഡ് പോലെ അല്ലേ? ഓ, സ്റ്റാർ ഫിഷ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? അത് മുകളിലുണ്ടോ? ഓക്കെ, സ്റ്റാർ ഫിഷ് ഇരിക്കുന്നു. അല്ലെ വേറൊരാളെ നോക്കിക്കേ, സീ കുക്കുംബർ. ഈ ആളാണ് കേട്ടോ ഈ കിടക്കുന്നത്. യെല്ലോ കളർ സ്റ്റാർ ഫിഷ്. ഇത് അടുത്ത ആള് ബ്ലാക്ക് ചെയ്യോ നോക്കി. അടുത്ത ആള്. ഓ, ഇതൊക്കെ നൈസ്. ഇത് നോക്കി, ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇവനൊക്കെ നമ്മളെ വീട്ടിൽ വളർത്താൻ പറ്റുമെന്ന് കൊള്ളായിരുന്നു അല്ലേ ഇത്? ആക്ച്വലി ഇവിടെ വരാൻ വേണ്ടി രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, നമുക്കിത് കാണണമെന്നുണ്ട്. വേറൊന്ന്, നമുക്കൊരു സാൾട്ട് വാട്ടർ പോണ്ട് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് നോക്കണം. പിന്നെ ഫിഷസിനൊക്കെ നമുക്ക് ചുമ്മാ കണ്ടുവയ്ക്കാമല്ലോ. നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഫിഷസ് കിട്ടും. ഇവനെയൊക്കെ കിട്ടും കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന്. നമ്മളെ ചാനൽ കുറച്ചൊന്ന് റീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാൾട്ട് വാട്ടർ പോണ്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ലോങ് ഫിൻ ബാറ്റ് ഫിഷാണ് കേട്ടോ ഇത് ഈ കാണുന്നത്. ആക്ച്വലി റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അതെ, ഇതാണ് ആള്. ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നെയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് ഫിഷിനെ കാണാൻ പറ്റുമോ? അതെ 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 അതെ, കണ്ടോ? അങ്ങനെയാണ് ആള്. പോകുന്നു. ഓ, നൈസായിട്ടുണ്ട്. പല്ല് കണ്ടോ? നമ്മൾ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഫിഷസിനൊക്കെ കാണാറുണ്ട്. ഇത്ര ലൈവായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, നൈസ്. ഒരു ഫിന്നൊക്കെ പോകുന്നു നോക്കിക്ക്, ഭയങ്കര രസം കേട്ടോ അതിൻ്റെ ഫിന്നൊക്കെ പോകുന്നത്. ലൈവ് ഷാർക്ക് സക്കറാണ് കേട്ടോ അതേ ഈ കാണുന്നത്. ഓ, ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് നമ്മൾ സോൾട്ട് വാട്ടർ പോണ്ട് മിക്കവാറും സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് വെറൈറ്റീസ് മേടിച്ചിടാൻ കേട്ടോ. അത് ഇവനൊക്കെ ഉണ്ടോ? അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ് കേട്ടോ ഇത്. ഇതാണ് ആള് കിടക്കുന്നു, ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഇതാണ് കേട്ടോ ആള്. ഓക്കെ, വന്നപ്പോൾ കണ്ട ആളാണ് കേട്ടോ അത്. ഇത് ഭയങ്കര രസം കേട്ടോ. എനിക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ്. ഇതിന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. മറൈൻ ഫിഷസ് പൊതുവെ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇവർ ഏറ്റവും കൂടുതൽ ചന്ത. ഇവർ ടർക്കി മുറ എന്ന് പറയുന്ന ആളാണ് ദേ കിടക്കുന്നത്. അതെ, നമ്മൾ കുറച്ചും കൂടി വെളിയോട്ട് ഇറങ്ങിയതെങ്കിൽ നമുക്ക് കാണാമായിരുന്നല്ലേ. വെളിയിറങ്ങൂല. ഭയങ്കര രസമല്ലടാ ഇതിനെ കാണാൻ. എവിടെ? രണ്ടിൻ്റെ വാല് ഇങ്ങോട്ട് അവൻ്റെ നീളം നോക്കിക്ക്. യെല്ലോ ബാൻഡഡ് സ്വീറ്റ് ലിപ്സ് കേട്ടോ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നോക്കി, നമ്മുടെ ബ്ലൂവിൻ്റെ ആ ഒരു ഗ്രീൻ അല്ലേ ഇത് പോണോ? എനിക്ക് മൂൺ പ്രൈസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് വന്നിട്ട്. നമ്മൾ കൊണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലോബ്സ്റ്റർ കേട്ടോ. ലോബ്സ്റ്റർ എന്നാണോ എന്നെ പറയുന്നത്? ഏറ്റവും വലിയ ആളാണ് കേട്ടോ ഇത്. കറി വെച്ച് തരാനോ? വേറൊരാൾ ഇവിടെ കിടപ്പുണ്ട്. ഉണ്ടോ? ഓ, അതെ, അവിടെ ഉണ്ട് കേട്ടോ. അതെ, വേറൊരാൾ ഇവിടെയും കിടപ്പുണ്ട്. വൺ സൈസ് കേട്ടോ ഇത്. അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടോ? ആ ഒരു കളർ പാറ്റേൺ സൂപ്പറായിട്ടുണ്ടല്ലേ. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കണ്ടു കഴിഞ്ഞു കേട്ടോ ഫുള്ളായിട്ട്. അപ്പുറ സൈഡ് കാണാൻ പറ്റുമോ നോക്കി നോക്കാം. നമ്മൾ അകത്ത് നിന്ന് കണ്ട ടാങ്ക് ഇതാണ് കേട്ടോ. പിന്നെ ഒരു വലിയൊരു ടാങ്ക് എവിടെ? ഓ, ദോ കിടക്കുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങൊരാൾ കിടപ്പുണ്ട്. എൻ്റെ മതി കൊള്ളാം കേട്ടോ. അവർ രണ്ടുപേരുണ്ട്. അതെ, അതിൻ്റെ വലുതുണ്ടോ? അതിൻ്റെ അടിയിൽ ഇറങ്ങാൻ പറ്റും തോന്നുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങി നോക്കി നോക്കാം കേട്ടോ. ഭയങ്കര വലിപ്പമുള്ള ആളാണ്. ഇത് നമ്മുടെ ക്ലൗൺ ഫിഷിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, രണ്ട് വലിയ ടാങ്കുകളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നിധിങ്ങ് വന്നേ, ഇത് നോക്കിക്ക്. ഒരുപാട് വെറൈറ്റി ആണ് കേട്ടോ. ഞാനൊരു കാര്യം നിധിയോട് ചോദിക്കട്ടെ, ഈ സൈസിനുള്ള ആമ നമുക്ക് എടുത്താലോ? എന്ത് പറയുന്നു? നമുക്ക് മോശമാണെങ്കിലിടാം. നിങ്ങൾ പറയാം കേട്ടോ. ഈ സൈസിനുള്ള ആമയെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്തായാലും എന്താ ഷാർക്കോ? ഓ, ബാക്ക് ടിപ്പ് റിഫ് ഷാർക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. റിഫ് ഷാർക്ക് ഇത് ദോ പോകുന്നത്. അത് കുഞ്ഞാണോ? അല്ല, അത് വേറെയാണ് കേട്ടോ. ദോ പോകുന്നു. എൻ്റെ അമ്മ പോയത് കണ്ടോ? അയ്യോ, ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ.
റിയൽ ഷാർക്കാണ് കേട്ടോ അത്. ദേ പോകുന്നു. ദേ ഈ എവിടെ കൊണ്ടുപോകാൻ ഓടി. ദേ പോകുന്നു. റിയൽ ഷാർക്ക് കേട്ടോ. നൈസ്. ഇവിടെ എന്നാ ഇത് നോക്കിക്കേ. ഇവിടെ ഇതിൻ്റെ സൈസ് നോക്കിക്കേ. നിധിയാൻ കാറ്റുണ്ട് കേട്ടോ നമ്മുടെ ഈ ആമ. ദേ എൻ്റെ അമ്പു. എത്ര വയസ്സ് പ്രായം വരുമുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇയർ കൊടുത്തിട്ടില്ല കേട്ടോ. എത്ര വയസ്സാണെന്ന് കൊടുത്തിട്ടില്ല. പക്ഷേ സൈസ് അമ്പോ. ദേ നോക്കിക്കേ. വാവ്, നൈസ് കേട്ടോ. നമ്മളെ നോക്കി തന്നെയാണ് നിൽക്കുന്നത്. ഓ നൈസായിട്ട്. ഒന്നും മതിയല്ല, ഈ വലിയ ടാങ്കിൽ ഇവ ഒരുത്തെ ഒരു 20 രൂപയ്ക്കൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിഴിഞ്ഞത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാം. ട്രിവാൻഡ്രംകാർക്കാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ വന്ന് കാണുക കേട്ടോ. ഇതൊക്കെ നല്ല വ്യൂ ആണ്. ഒരു ആമ കിടപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഞാൻ വെച്ച് വെറുതെ ഇട്ടേക്കുന്ന പോണ്ടായിരിക്കുന്നു. അല്ല, ഇത് ഒരാമ അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്കത് ആ ടാങ്കിലോട്ട് കയറാം. അതിലാണ് ഞാൻ വെയിറ്റിംഗ്. ഒരു കിഡിലെ സാധനം അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ ഒരു വലിപ്പമുള്ള ഫിഷ്. ഇത് നോക്കി. വാവ്, ഇത് ചെമ്പല്ലി അല്ലേ? ചെമ്പല്ലി പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞു കേട്ടോ. ഫുള്ളായിട്ട് അകത്ത് തണുപ്പായതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇതിലോട്ട് ചൂടിലോട്ട് ഇറങ്ങിയപ്പം പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറിയിട്ട് കാണാതെ. അപ്പോൾ ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് വെളിയിലും ഇറങ്ങാൻ വയ്യ. അകത്ത് AC ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ മറൈൻ ഫിഷസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന 2ാമത്തെ മറൈൻ വേൾഡാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പോൾ അത്രയൊന്നുമില്ല. നമ്മൾ തൃശ്ശൂർ കണ്ടിട്ട് അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ച് വെറൈറ്റി നല്ല ഫിഷ് തന്നെ കാണാൻ പറ്റി. നിങ്ങൾക്ക് കാണിക്കാനും പറ്റി. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ ട്രിവാൻഡ്രത്തെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ഇനി നമുക്ക് നേരെ പോകണം. നമുക്ക് നമ്മുടെ വീടത്തേക്കുള്ള ഫിഷസ് മേടിക്കണം. നമ്മുടെ മോസ്റ്റർ ഫിഷിന് വേണ്ടിയിട്ടുള്ള ഫിഷസ് മേടിക്കണം. നമ്മൾ ലൈവായിട്ട് കിട്ടും കേട്ടോ ഇവിടുന്ന്. പിന്നെ അതുമല്ലാണ്ട് നമുക്ക് പോകുന്ന വഴിക്കൊരു പർച്ചേസ് ഉണ്ട്, അതെല്ലാം ചെയ്യും. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതിലുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഇത്രയും കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.